കഴിഞ്ഞ ദിവസം കാട്ടാളൻ മൂവി കണ്ട് ഞാൻ എൻ്റെ റിവ്യൂ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമയാണ്, അത് പലർക്കും പല രീതിയിലുള്ള പേഴ്സ്പെക്റ്റീവ്സ് ആവും, പല രീതിയിലുള്ള പോയിൻ്റ് ഓഫ് വ്യൂ ആവും. ഒരു സിനിമ ഒരാളെടുക്കുന്ന രീതി അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു മാസ് മെജോറിറ്റിക്ക് സിനിമ ഭയങ്കര അപ്പീലിംഗ് ആയി ഭയങ്കര ആക്സെപ്റ്റബിൾ ആവുമ്പോൾ അത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആവും. മിക്സഡ് റിവ്യൂ വരുന്ന സമയത്ത് അതൊരു ഓക്കെ ഫീൽ പോവും. ഒരു മാസ് ക്രൗഡിന് സിനിമ ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സിനിമ പൊട്ടി. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ സിനിമയുടെ കാര്യത്തിൽ. ഓക്കെ, ഈ ബിസിനസ്സിൽ കൃത്യമായിട്ട് ഗെയിം കളിക്കാൻ അറിയുന്നവൻ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും. ആൻഡ് ദാറ്റ് ഗെയിമേഴ്സ് ആർ ആക്ടേഴ്സ്, ആക്ട്രസ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. ഡയറക്ടേഴ്സ് അങ്ങനെ ഒരു ഗെയിമേഴ്സ് അല്ല, അവർ കുറച്ചും കൂടി അവരുടെ ക്രാഫ്റ്റ് മിനുക്കി കൊണ്ടു നടക്കുന്ന ആളുകളാണ്. എസ്പെഷ്യലി പ്രൊഡ്യൂസേഴ്സാണ് ആ ഗെയിമിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആൾക്കാർ. അതിൽ തന്നെ എനിക്ക് പേഴ്സണലി ഈ ഷെരീഫിനെ ഭയങ്കരമായിട്ട് വർക്കായ ഒരാളാണ് ആഫ്റ്റർ മാർക്കോ. കാരണം മാർക്കോൻ്റെ ഒരു പ്രൊമോഷൻ സിംഗിൾ ഹാൻഡഡ്ലി ഷെരീഫ് എന്ത് ചെയ്തു, കൊണ്ടുപോയി അതിൻ്റെ അത് മോസ്റ്റ് വയലൻസ് സാധനം മലയാളികളിലേക്ക് എത്തിച്ച് അത് സക്സസ്ഫുൾ ആക്കി കാണിച്ചു തന്ന ഒരാളാണ്. അപ്പം ആ ഷെരീഫിൻ്റെ ക്യൂബിൻ്റെ ബാനറിൽ കാട്ടാളൻ എന്ന് പറഞ്ഞൊരു മൂവി വരുന്ന സമയത്ത് ഓബ്വിയസ്ലി എക്സ്പെക്റ്റേഷൻസ് ആർ വെരി ഹൈ ബിക്കോസ് മാർക്കോ സെറ്റ് ചെയ്തൊരു ബെഞ്ച് മാർക്ക് ഉണ്ട്. അതിന് മുകളിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല, ബട്ട് അപ് ടു ഇറ്റ് കാട്ടാളൻ വരും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആൻഡ് ഈ യൂണിവേഴ്സ് തിങ്സ് ഒക്കെ ഇതിനകത്തുണ്ടോ, ക്യാമിയോസ് ഉണ്ടോ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഒരു സൈഡിൽ കൂടി പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ണി മുന്തൻ ഷെരീഫ് സാധനങ്ങൾ ഒരു സൈഡിലൂടെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇതൊന്നും അല്ല വിഷയം. സിനിമ ഇറങ്ങി, ഒരു മോസ്റ്റ് മെജോറിറ്റിക്കും സിനിമ വർക്കായില്ല. നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം, അതിനൊരു വിഷയവുമില്ല. അതിനകത്തൊരു ഹെയ്റ്റോ അതിനകത്തൊരു പേഴ്സണൽ ഗ്രഡ്ജോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ കടന്ന് ആക്രമിക്കുന്ന സീനോ ഉണ്ടെങ്കിൽ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഹനാൻഷായുടെ കേസാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. കാട്ടാളൻ ഇറങ്ങിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളതും ഹനാൻഷായുടെ കേസായിരിക്കും. വൈ? ബിക്കോസ് കാട്ടാളൻ എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ ഷെരീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ക്യൂബിൻ്റെ ബാനറിൽ വരുന്നു, ഇനി ഇതിനൊക്കെ പുറമെ പെപ്പെ അഭിനയിക്കുന്നു. ഇതൊന്നും അല്ല മലയാളികളിൽ ഒരു മോസ്റ്റ് മെജോറിറ്റി ആളുകൾക്കും ഹനാൻ എന്ത് ചെയ്യുന്നു, ഹനാൻ്റെ റോൾ എങ്ങനെയായിരിക്കും, ആ സിനിമയുടെ സെല്ലിംഗ് പോയിന്റ് തന്നെ. ഓക്കെ, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സെല്ലിംഗ് പോയിന്റ് ഹനാനാണ്. അപ്പം ഹനാനെ പോലൊരു സോഷ്യൽ മീഡിയ ബിഗ് ഫെയിമിനെ കൊണ്ടുവന്നിട്ട് സിനിമയ്ക്കകത്തൊരു ഡയലോഗ് പോലും കൊടുക്കാതെ സൈഡാക്കി കളഞ്ഞപ്പോൾ അതിലാളുകൾ അവരുടെ എന്താ പറയുക തോട്ട്സ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിന് അതിന് എന്തിന് ഇത്രത്തോളം PR വർക്ക് ചെയ്ത് ഈ തോട്ട്സ് ഇട്ടവർക്കെതിരെ നിങ്ങളൊരു ഹെയ്റ്റ് ഉണ്ടാക്കുന്നത്? ഐ ഹവ് സീൻ ദിസ് ഫ്രം ഷെരീഫ്. മാർക്കോ അതിൻ്റെ ഒരു പ്രൊമോഷൻ്റെ പ്രീ ഫേസും പോസ്റ്റ് ഫേസും അറിഞ്ഞതും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദിസ് ഹനാൻ ഷാ. ഓക്കെ, കാട്ടാളനിൽ ഡയലോഗില്ല, ഹനാൻ ഷാക്ക് ട്രോൾ പൂരം. ഹനാൻ ഷായെ പേഴ്സണലി കടന്ന് ആക്രമിക്കുന്നവരുണ്ട്. അപ്പം ഞാനൊക്കെ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞത് പേഴ്സണലി ആക്രമിച്ച് വിടുന്നതല്ല, നമ്മുടെ കൺസേൺ ആണ്. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പം അടുത്ത് ഒരുപാട് ഫേസുകൾ സിനിമയിലെത്തി വൻ ഹിറ്റായി. ഞാൻ എൻ്റെ റിവ്യൂ തന്നെ ഹാഷിറിനെ പറഞ്ഞു, സാഫ് ബോയിനെ പറഞ്ഞു, ജുനൈസിനെ പറഞ്ഞു, അങ്ങനെ ഒരുപാട് പേരുകൾ. ഈവൻ ഹിപ്സ്റ്റർ ഈ സിനിമയ്ക്കകത്ത് ഹിപ്സ്റ്റർ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്ന് കയറിപ്പോയി കൊളത്തി വിട്ട ഒരുപാട് പേരുകളുണ്ട്. അപ്പം അങ്ങനത്തെ ആളുകളുടെ ഒരു കാറ്റഗറിയിലേക്ക് ഹനാൻ ഷാ എത്തണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. അയാൾ ഒരു സിനിമയിൽ ഒരു ഫേസ് ആയിട്ട് വരുന്ന സമയത്ത് അയാളിൽ നിന്ന് ഒരു ക്രൗഡ് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ആൻഡ് ഈ സിനിമ സെല്ലിംഗ് പോയിന്റ് വെച്ചതിലൊന്ന് ഹനാൻ ഷായാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞൊരു ഓഡിയൻസ് കയറുമ്പോൾ അത് എനിക്ക് തോന്നുന്നില്ല ഒരു പെപ്പയുടെ പടം കാണണം എന്ന് പറഞ്ഞ് കയറില്ല. മേ ബി മാർക്കോ, ക്യൂബ്, ഷെരീഫ് എന്നുള്ളതിൽ ചില എക്സ്പെക്ടേഷൻ വെച്ച ആളുകൾ കയറും. അതിനേക്കാൾ ഇരട്ടി ആളുകൾ ഹനാൻ ഷായെ കാണാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട് തിയേറ്ററിൽ. ദേ ആർ ഡിസപ്പോയിൻറ്റഡ്. അപ്പോൾ ഹനാൻ ഷായെ യൂസ് ചെയ്യാത്ത ഡയറക്ടർ, പ്രൊഡക്ഷൻ സൈഡ്, നിങ്ങളോട് ജനങ്ങൾ ആ രോഷം അല്ലെങ്കിൽ ഹനാൻ ഷായോടുള്ളൊരു എന്താ പറയുക കൺസേൺ, ആ വ്യക്തി എന്തുകൊണ്ട് അഭിനയിച്ചില്ല എന്നുള്ള ചോദ്യങ്ങൾ വളരെ റെലവൻ്റ് ആണ്. പിന്നെ ഹനാൻ ഷായെ പേഴ്സണലി കടന്ന് ആക്രമിക്കുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യും ചെയ്തു. പക്ഷെ ഇപ്പം എന്താ അവിടെ കാണുന്നറിയോ, ഒരു കൈൻഡ് ഓഫ് റിവേഴ്സ് PR. ദിസ് ഈസ് വെരി ബാഡ്. കാരണം ഒരിക്കലും റിവ്യൂ ഇടാത്ത കുറേ ആളുകൾ, കുറേ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ റിവ്യൂ ഇടുന്നത്, അപ്പോൾ ഞാൻ ഈ സിനിമയെക്കുറിച്ച് പറയട്ടെ, ഇതൊരു നല്ല സിനിമയാണ്, മികച്ച. ഇപ്പോൾ ഇതിന് ഇങ്ങനത്തെ ഒരു
പ്രൊമോഷണൽ ഫേസും ഇതും ഷെരീഫിൻ്റെ ബുദ്ധി തന്നെ ആവാനുള്ള ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ബിക്കോസ് അയാൾക്ക് കളി അറിയുന്ന ഒരുത്തനാണ്. പക്ഷെ ഇവിടെ പാളും അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹനാൻ ഷായുടെ കേസിലേക്ക് പോവാം. സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഹനാൻ ഷാ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. സിനിമ അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾക്ക് ശേഷം സിനിമ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും 28-ാം തീയതി പോയി കാണണം. ഇപ്പം എൻ്റെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ അത് പറഞ്ഞാൽ ഇതൊരു നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട, അതായത് ഞാൻ ഈ KGF, പുഷ്പ, മാർക്കോ, അപ്പം ഞാൻ ഇങ്ങനത്തെ പടങ്ങളെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. എത്രത്തോളം എനിക്ക് ഇഷ്ടമുണ്ടെന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എൻ്റെ ആസ്പെക്റ്റിൽ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വൺ ഓഫ് ദി ബെസ്റ്റ് മൂവീസിൽ ഒന്നാവും കാട്ടാളൻ എന്നുള്ളതിൽ എനിക്ക് സംശയമല്ല. അത്രയും വലിയ കാസ്റ്റാണ്, ക്രൂ ആണ്. അതായത് മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് രവി ബസൂർ സാറാണ്. അതായത് KGFൻ്റെയും മാർക്കോൻ്റെയും സലാറിൻ്റെയും മ്യൂസിക് ഡയറക്ടറാണ് കാട്ടാളൻ്റെ മ്യൂസിക് ഡയറക്ടർ. അപ്പം ചില്ലറ പടമല്ല വരാൻ പോകുന്നത്. പക്ഷേ എന്താ വെച്ചാൽ ഇന്നെ വെച്ചിട്ട് കൂടുതൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം വളരെ ചെറിയ ടൈമിൽ ഞാൻ, അതുപോലെ തന്നെ നമ്മളെ ഷോൺ ആണെങ്കിലും ഹിപ്സ്റ്റർ ആണെങ്കിലും പിന്നെ കുറെ പുതിയ ചെക്കന്മാരുണ്ട്. അതായത് യൂത്ത് ചെക്കന്മാർ കുറച്ച് യൂത്ത് സെറ്റിന്റെ കുറച്ച് പരിപാടികൾ പടത്തിലുണ്ട്. അപ്പം നമ്മളെ ചെക്കന്മാർക്ക് എല്ലാവർക്കും നമുക്ക് വളരെ ചെറിയൊരു ടൈമാണുള്ളത്. അപ്പം നമ്മൾ ഒരുപാട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് ലൈക്ക് ചെറിയ വളരെ കുഞ്ഞെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടൈമേ നമുക്കുള്ളൂ. ചെറിയ ഏതാനും മിനിറ്റുകളെ നമ്മൾ സിനിമയിലുള്ളൂ. പക്ഷെ എന്തായാലും നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യും. ഈ കാര്യം ഞാൻ ആദ്യമേ പറയാം കേട്ടോ. കാരണം വെറുതെ കുറെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. പക്ഷെങ്കിൽ ഇന്നെ വെച്ച് നോക്കരുത് പടം ഇതൊരു ആന്റണി വർഗീസ് പെപ്പെ, അല്ലെങ്കിൽ ഒരു രവി ബസൂർ, അല്ലെങ്കിൽ ഒരു പോൾ ജോർജ്, അല്ലെങ്കിൽ ഒരു ഷെരീഫ് മുഹമ്മദ് ക്യൂബ്സ് എന്റർടൈൻമെന്റ് സംഭവമായിരിക്കും ഈ പടം എന്നാണ് എനിക്ക് പറയാനുള്ളത്. You get to see these boys fighting in this movie. The film is full of emotions. Revenge is there, action is there. You thoda runa bhi hai, okay? Thank you. അപ്പോൾ പോളേട്ടൻ പറഞ്ഞ പോലെ തന്നെ പോളേട്ടൻ്റെ ആദ്യത്തെ സിനിമയാണ്, എൻ്റെയും ആദ്യത്തെ സിനിമയാണ്. സോ അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ബിഗ് താങ്ക്സ് പറയാനുള്ള ഷെരീഫ് ഖാനോടും ക്യൂബ്സിനോടുമാണ്. ഇത്രയും വലിയ ഒരു 5 ലാംഗ്വേജിൽ വരുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ അതിയായ സന്തോഷം. അപ്പോൾ നമ്മളെല്ലാവരും, നമ്മൾ ഫുൾ ക്രൂ ഇന്ന് ഇവിടെ ഉണ്ട്. എല്ലാവരും ഫുൾ എഫേർട്ടാണ് ഈ ഒരു സിനിമ. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ അസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ഡയറക്ടേഴ്സ്, ക്യാമറ സൈഡ്, എല്ലാ ആൾക്കാരും ഉണ്ട്. സോ എല്ലാവരുടെയും ഒരുപാട് കാലത്തെ എഫേർട്ടാണ്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 100 ദിവസത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും May 14 തിയേറ്ററിൽ വന്നിട്ട് കാണാം. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. മസ്റ്റായിട്ടും ടീസർ കണ്ടിട്ട് ടീച്ചറിന്റെ അഭിപ്രായങ്ങളും എല്ലാവരും അറിയിക്കാം. ടീച്ചർ ഇഷ്ടപ്പെട്ടാ? നമുക്കൊന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല. പാട്ടൊന്നും ഇതാണ് ഹനാൻ ഷാ മോസ്റ്റ് ഓഫ് ദ ടൈം വ്ളോഗിലാണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഹനാൻ ഷാ പറയുന്നുണ്ട് എന്നെ എക്സ്പെക്ട് ചെയ്യരുത്, എനിക്ക് വളരെ കുറച്ച് പോർഷനേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ഡയലോഗേ ഇല്ലാത്തൊരവസ്ഥയാണെന്നുള്ളത് ഹനാൻ ഇഷ്ടപ്പെടുന്നവരെന്താണെങ്കിലും അത് ഭയങ്കര ഒരു ചതിയായി പോയി എന്നുള്ളതാണ് സിനിമ എടുത്ത ക്രൂവിനോട് പറയാനുള്ളത്. ഡയറക്ടറോടാണെങ്കിലും പ്രൊഡ്യൂസറോടാണെങ്കിലും. കാരണം എത്ര ചെറിയ റോളാണെങ്കിലും ഇനി എത്ര കുറച്ച് ടൈം സ്ക്രീനിലാണെങ്കിലും നമ്മളിങ്ങനെ 4 ആളെ ബാക്കിൽ മറ്റേ പോസ്റ്റർ ഒട്ടിച്ച പോലെ ഒരാൾ നിൽക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ഡയലോഗും ഇല്ലാതെ ചുമ്മാ മറ്റേ കുന്തം പിടിച്ച് രാജാവിൻ്റെ ബാക്കിൽ പടം നിൽക്കുന്ന പോലത്തെ ഒരു റോൾ ആയിരിക്കും ഹനാൻ ഷാൻ്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം ഹനാൻ ഷാ ഇത് പറയുന്നുണ്ട് എക്സ്പെക്ട് ചെയ്യരുതെന്നുണ്ടെങ്കിലും സിനിമേൻ്റെ ടീം ആക്ച്വലി സ്കാം ചെയ്യാണ് ചെയ്തത്. ഇറ്റ്സ് എ പ്രോപ്പർ സ്കാം. കാരണം ഹനാൻ ഷാ ഉണ്ട് എന്ന് പറഞ്ഞ് സ്കാം ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, ആ ഫസ്റ്റ് ഡേയിൽ വരുന്ന ഒരു പോപ്കോൺ വ്യൂവേഴ്സിനെ മൊത്തം തിയേറ്ററിൽ ഇവർക്ക് കയറ്റാൻ പറ്റി. അപ്പോൾ ഇവരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതൊരു ഫെയിലിയറാണ്. ഇതിൻ്റെ ഡയറക്ടറിൻ്റെയും ഇതിൻ്റെ ക്രൂവിൻ്റെയും ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഹനാൻ ഷായെ നിങ്ങൾ കൃത്യമായി യൂസ് ചെയ്യാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്. ഇനി നിങ്ങൾ യൂസ് ചെയ്തിട്ട് വർക്കാവായിട്ടാണോ എന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. വല്ല ഡയലോഗ് ഡെലിവറി തെറ്റിയതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതൊക്കെ ഹാപ്പൻസ്. കാരണം ഫസ്റ്റ് അഭിനയിക്കുന്ന ആളാണ്. അതൊക്കെ നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല. കാരണം എല്ലാവരും അങ്ങനെ പഠിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. ബെറ്റർ ചെയ്യുക അല്ലേ? അതല്ല സീൻ. ഇവിടുത്തെ സീൻ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് ഈ ഷെരീഫും ടീമും വലിയൊരു എക്സ്പെക്റ്റേഷൻ വെച്ച് തരാം. ഹനാൻ ഷാ വരുന്നു. ഈവൻ ഇതിൻ്റെ പെപ്പെ അടക്കമുള്ളവരൊക്കെ ഈ ഒരു പ്രൊമോഷൻ്റെ ഫേസിൽ പറയുന്നത് എന്താ, എല്ലാ വേദികളിലും ഹനാൻ ഷായ്ക്കാണ് കയ്യടി. ഹനാൻ ഷായാണ് മെയിൻ. ഇതിപ്പോൾ നിങ്ങൾ ആലോചിക്കും, വാഴ സിനിമയിൽ വാഴ 1 ഏറ്റവും കൂടുതൽ കയ്യടി പ്രൊമോഷൻ്റെ സമയത്ത് നേടിയിട്ടുള്ളത് ഹാഷിറും ടീമുമാണ്. ആ ഹാഷിറും ടീമും വെറുതെ വന്നു പോണൊരു പോക്കായിരുന്നെങ്കിൽ വാഴയുടെ അവസ്ഥ എന്തായിരുന്നു? മനസ്സിലായി? ഇത് അതുപോലെയാണിത്. എക്സ്പെക്റ്റേഷൻ വാസ് ഹൈ. ഡെലിവർ ചെയ്യാൻ അല്ലെങ്കിൽ ഡെലിവർ ചെയ്യേണ്ട സാധനങ്ങൾ അവർക്ക് കൃത്യമായി ഡെലിവർ ചെയ്യാൻ പറ്റിയില്ല. ഹനാൻ ഷാ എവിടെയും തള്ളി മറിച്ചിട്ടില്ല. കാരണം ഞാൻ എടുത്ത് വെച്ചെന്നല്ല നോക്കി. ഹനാൻ ഷാ എവിടെയും വന്നിട്ട് ഞാൻ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എൻ്റെ സീൻ അങ്ങൊന്നും ഹനാൻ ഷാ എവിടെയും പറഞ്ഞിട്ടില്ല.
ബട്ട് ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അതിന് സ്കാം അടിച്ചത് കാട്ടാളൻ്റെ ഈ പറഞ്ഞ ഷെരീഫും ബാക്കി ടീമുമാണ്, ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ റൈറ്ററും ബാക്കി എല്ലാ ടീമുമാണ്. ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള സുഹൃത്തുക്കളോട് പറയും, നിങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടാവും. പ്രത്യേകിച്ച് ഹനാൻ ഷാനെ പോലെ ഒരു ഹെവി പ്രൊഫൈലിന് ഒരു പടത്തിൽ ചാൻസ് കിട്ടുമ്പോഴത്തേക്കും ചാടി കയറി പോയിട്ട് പോസ്റ്റായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ അയാളുടെ വ്ളോഗിലാണെങ്കിലും അയാളുടെ ഈ പറഞ്ഞ മറ്റേ ആൽബം സോങ് പരിപാടികളിലൊക്കെ ചെങ്ങായി അത്യാവശ്യം ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ ഒരാളെ നിങ്ങൾക്കൊരു ഡയലോഗ് പോലും കൊടുക്കാതെ നിങ്ങൾക്ക് ചെയ്തതിന് ആളുകൾ രോഷം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ സിനിമേൻ്റെ ക്രൂ ആ ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഹനാൻ ഷാനെ സപ്പോർട്ടാണെന്ന് പറഞ്ഞ് കുറേ ടീം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ വന്നിരുന്നിട്ട് ഹനാൻ ഷാനെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനെ ഒരാൾക്ക് അയാൾക്കൊരു ചതി ഇത് ഞാൻ പറയുള്ളൂ, ഹനാൻ ഷാക്ക് ചതി പറ്റിയതാണെന്ന് ഞാൻ പറയുള്ളൂ. ഓക്കെ, അങ്ങനെ അയാൾക്കൊരു ഒരു ചതി പറ്റി എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തോന്നുകയാണെങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കൊരു ചതി പറ്റി അല്ലെങ്കിൽ അയാൾക്ക് ഇനിയും കൊടുക്കാമായിരുന്നു, അത് നമ്മുടെ കൺസേൺ വെക്കുമ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ മോട്ടിവേഷനോളിയാൾ പോയിട്ട് ഹനാന് ഇത് ബാക്കി എല്ലാവരും കൂടി നെഗറ്റീവ് അടിക്കുകയാണ്, ഇത് അങ്ങനെ ചെയ്യാണ് ഇങ്ങനെ ചെയ്യാണ് ടാർഗറ്റ് ചെയ്യാണ് ഹനാനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊന്നും കണ്ടിട്ട് ഞാൻ പറയാമല്ലോ, ഇതൊന്നും കണ്ടിട്ട് ഹനാൻ ഷോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യരുത്, നിങ്ങൾ വെറുതെ ചുമ്മാ ഇതിലൊന്നും വീണ് പോകരുത്. യു ഷുഡ് ആസ്ക് ഫോർ ബെറ്റർ ഡീൽസ്. കാരണം ഇങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലുള്ള ഒരാൾക്ക് സിനിമാക്കാർ അവരുടെ കാലിൻ്റെ ചോട്ടിൽ ചെരുപ്പായിട്ട് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. യു ഹാവ് ടാലൻറ്റ്, യു ഹാവ് ടു എന്താ പറയുക ഗെറ്റ് എ പ്രോപ്പർ റോൾ. അത് അഭിനയിച്ച് പ്രൂവ് ചെയ്യാനുള്ള ഇവിടെ സിനിമാക്കാരുടെ നെപ്പോ കിഡ്സിന് ഒന്നും അല്ലാത്ത ഇപ്പം ഈ പറഞ്ഞ മാധവൻ്റെ കേസ് തന്നെ എടുക്കാം, ഒന്നും ഒരു പിണ്ണാക്കും ഇല്ലാത്ത ഒരു തരം കൊണ്ടുവന്നിട്ട് ഇവിടെ ഹീറോ ആക്കി വെച്ചിട്ട് എന്ത് സുരേഷ് ഗോപിൻ്റെ മകനാന്ന് പറഞ്ഞ സിനിമ എടുക്കാൻ ആൾക്കാരില്ലേ. അപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തി, ഹീസ് ആൻ എൻ്റർടൈനർ, പക്ക എൻ്റർടൈനറാണ്. റിയൽ ലൈഫിലും എൻ്റർടൈനർ ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവന്ന് ചുമ്മാ പോസ്റ്ററാക്കി നിർത്തിയ ആൾക്കാരെ സ്കാം എന്നല്ല നമ്മൾ എന്ത് വിളിക്കും. അത് വിളിക്കുമ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളത് വേറൊരു ടോണിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ടല്ലോ. ചില ആളുകളുടെ റീൽസ് കണ്ടപ്പോൾ എനിക്കത് പറയണം തോന്നി. അതിലൊരു റീൽ ഞാൻ അവിടെ പ്ലേ ചെയ്യാം. ഒരു ലേഡി പറഞ്ഞതാ, കഴിവ് അംഗീകരിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരുമാതിരി കഴിവുകേട് കാണിക്കില്ല. ഞാൻ ഇന്നലെ കാട്ടാളം മൂവി കണ്ടിട്ട് സ്റ്റോറി ഇട്ടു. അപ്പൊ വന്നപ്പോ തൊട്ട് എല്ലാവരും എങ്ങനെ ഉണ്ടായിരുന്നു, മൂവി ബോറല്ലേ ചീത്തയല്ലേ, കണ്ടിട്ട് പോലും ഇല്ല. ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴത്തേക്കും ഫുള്ള് നെഗറ്റീവ് റിവ്യൂ. ഇതിന് മാത്രം നെഗറ്റീവ് പറയാൻ അതിനകത്ത് എന്താ, അതൊരു നല്ല മൂവിയാ, അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം ലൈക് പെപ്പ ആണേലും എല്ലാം അടിപൊളിയാ. ഹനാൻ ഷാ ആൾക്ക് ഡയലോഗ് ഇല്ലാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പിന്നെയും ഡയലോഗ് ഇല്ലാന്ന് പറഞ്ഞ് ട്രോളുന്നു. ഒരു കാര്യം പറയട്ടെ, കുറേ പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ. ഈ ഒരു റീല് പോലും എടുക്കുമ്പോൾ എത്രത്തോളം എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടായിരിക്കും നമ്മൾ ഇടുക. അതുപോലെ അതിനേക്കാളും എത്രയോ എഫോർട്ട് എടുത്തതാണ് സിനിമ. അപ്പം അറ്റ്ലീസ്റ്റ് കഴിവ് അംഗീകരിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരുമാതിരി മറ്റു പരിപാടി കാണിക്കില്ലേ. ചുമ്മാ കുറെ നെഗറ്റീവ് റിവ്യൂ, ആരെങ്കിലും ഒരു നെഗറ്റീവ് റിവ്യൂ പറയും, അതിന്റെ വാല തിങ്ങി അങ്ങ് പോകും. നല്ല മൂവിയാ, പോയി കാണുകയാണെങ്കിൽ നല്ല മൂവിയാ, ആക്ച്വലി നല്ല മൂവിയാ. ഈ നെഗറ്റീവ് പറയുന്നവർക്ക് എന്തെങ്കിലും കഴിവുണ്ടോ, കലാപരമായ എന്തെങ്കിലും കഴിവുണ്ടോ? ഇല്ല. ഈ നെഗറ്റീവ് റിവ്യൂ പറയുന്നവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ മെയിൻ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. അതായത് നിനക്കൊന്നും വേറെ പണിയില്ല, ആരെങ്കിലും കുറച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച് എന്തിനെങ്കിലും രണ്ട് വർത്താനം ഏതെങ്കിലും മൂലയിൽ അല്ലെ കാറിൽ ഇരുന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വൈറലാകുക, അപ്പൊ ഈസി ആയല്ലോ, പണിയെടുത്ത് ചേച്ചിക്ക് പോയി. ചേച്ചിക്ക് ഒരു പണിയില്ലാന്ന് മനസ്സിലായി. കാരണം നമ്മുടെയൊക്കെ റിവ്യൂ ഇരുന്ന് കണ്ടിട്ട് നെഗറ്റീവ് റിവ്യൂ മാത്രം തപ്പിപ്പിടിച്ച് അതിന്നൊരു കോണ്ടന്റ് ഉണ്ടാക്കി അതിന്ന് കുറച്ച് പോസിറ്റീവ് ഓറ ഫാമിങ് അങ്ങനത്തെ ചേച്ചിമാരും ചേട്ടന്മാരും കുറച്ചുണ്ട്. നല്ല ഒന്നാം തരം ഓറ ഫാമിങ് ചെയ്യും ഇങ്ങനത്തെ പോസിറ്റീവ് സാധനങ്ങൾ ഇട്ടിട്ട്. എന്നിട്ട് കുറേ ക്യൂട്ട്നെസ്സും വാരി ഇളകിയിട്ട് നമുക്ക് പടം പറ്റിയില്ലെങ്കിൽ നമ്മൾ പടം പറ്റില്ല എന്ന് പറയും, നിങ്ങൾക്ക് പടം പറ്റി നിങ്ങൾ പടം പറ്റിയെന്ന് പറ. എൻ്റെ അഭിപ്രായത്തിൽ എന്തിനു നീ ക്രോസ് ചെയ്യണം, നിൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എന്തിനു ക്രോസ് ചെയ്യേണ്ട ആവശ്യമുള്ളത്? എൻ്റെ ടേസ്റ്റ് ആയിരിക്കുമോ നിനക്ക്? എനിക്ക് ഷുഗർ കൂടിയൊരു കോഫി ഇഷ്ടമാണ്, നിനക്ക് ചിലപ്പോൾ ഷുഗർ ഇല്ലാത്തൊരു കോഫി ആയിരിക്കും ഇഷ്ടം. അത് വിചാരിച്ചിട്ട് ഞാൻ കുടിക്കുന്ന ഷുഗർ കൂടിയ കോഫി പൊട്ടയാന്ന്, നീ കുടിച്ച കോഫി നല്ലതാണെന്ന് നീ എങ്ങനെ പറയും? അത് ടേസ്റ്റ് ചെയ്യുന്ന നമ്മളുടെ ടേസ്റ്റ് ബഡ്സിൻ്റെ അനുസരിച്ചല്ലേ നമുക്ക് അതിൻ്റെ ഒപ്പീനിയൻ പറയാൻ പറ്റൂ. എൻ്റെ ഇഷ്ടങ്ങളായിരിക്കില്ല നിൻ്റെ ഇഷ്ടങ്ങൾ. അപ്പോൾ ഒരു പടം കണ്ടിട്ട് നമ്മൾ കാശ് മുടക്കി കാണുന്നതാണ്, അവർ കാശ് മുടക്കി എടുക്കുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കാണിച്ചു തരാനല്ല. ഞാൻ അധ്വാനിച്ച കാശ് ഞാൻ തിയേറ്ററിൽ കൊണ്ടുപോയി കൊടുത്ത് അത് അവരുടെ പോക്കറ്റിലേക്ക് കൊണ്ടുപോകുന്ന ബിസിനസ് അവർ ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ട് ചെയ്യണം. ഒരു മാസ് മെജോറിറ്റിക്ക് ഒരു സാധനം പറ്റിയില്ല ആൻഡ് ദേ ഫീൽ ഇറ്റ്സ് വെരി ലോ, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ഇതെന്താ പറയുക, ഇത് മറ്റേ പരിപാടിയാണ്. ഇങ്ങനെ നോക്കും, ഗാലറി മൊത്തം കയ്യടിയാണല്ലോ, ആഹാ ഇന്നാ ഞാൻ എന്ത് ചെയ്യുക, നെഗറ്റീവ് പറയാം. പിന്നെ ഇങ്ങനെ നോക്കും, ഗാലറി മൊത്തം കൈയടിക്കുന്നില്ലല്ലോ, എന്നാൽ ഞാൻ കൈയടിക്കാം. എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ് ചെയ്യണം, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്.
അങ്ങനത്തെ ഒരു ഫീലുള്ളൊരു സാധനം പോലെ എനിക്കിത് ഫീൽ ചെയ്തു. അതായത് എല്ലാവരും ചെയ്യുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് അടിക്കണം. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സാധനം. പിന്നെ ഈ പോസിറ്റീവ് താങ്ങലുണ്ടല്ലോ, അതൊരു തരം മൂഡ് താങ്ങലാണ്. അത് ഞാൻ പലരിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണോ ഒരു ഒപ്പീനിയൻ പറയുന്നത് അതിൽ പോസിറ്റീവും നെഗറ്റീവും വരും. ചിലരെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മതി, വെറും പോസിറ്റീവ് താങ്ങൽ മാത്രമാണ് BGM ഇട്ടിട്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്തോ. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഒരു നല്ല കാര്യം എന്ന് ഞാൻ പറയുന്നത്. അല്ല ഇവിടെ അയ്യോ നെഗറ്റീവ് പറഞ്ഞു കുറേ ആൾക്കാർ ജോലി ഇല്ലാത്തവന്മാരാണ്. എന്ത് ജോലി ഇല്ലാത്ത ആൾക്കാർ? നമ്മളെയൊക്കെ ജോലി നീയൊക്കെ വീട്ടിൽ വന്ന് അന്വേഷിക്കാറുണ്ടോ? നിൻ്റെയൊക്കെ ജോലി നമ്മൾ അന്വേഷിക്കാൻ വരാറുണ്ടോ? നീ നമ്മളെ ജോലി ഇല്ലാത്തവരെന്ന് പറയുമ്പോൾ നിനക്കും ജോലി ഇല്ലാത്ത ഒരാളെന്ന് നമ്മൾ പറയും. മനസ്സിലായില്ലേ? ചൂട്ടനസ് വാരി എറിഞ്ഞ് ഓറ ഫാമിങ്ങും ചെയ്ത് പോസിറ്റീവ് നോട്ടിലെല്ലാം പറഞ്ഞ് താങ്ങി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ്. ഇതൊക്കെ എന്താ പറയുക, റിയൽ ഫേക്ക് എന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ പറയാനുള്ളത്. വേറെ ഒന്നും അതിലും കൂടുതൽ പറയാനില്ല. വേറെ എന്താ പറയുക ഇതിനൊക്കെ? ഇങ്ങനെ കുറേ എണ്ണങ്ങൾ ഒരു സൈഡിൽ കൂടി റീൽ ചെയ്ത് പോകുന്നുണ്ട്. ഇതിൻ്റെ ഡയറക്ടറോട് പോയി ചോദിച്ചു, ഹനാൻ ഷായുടെ കാര്യം ചോദിച്ചു, ഈ പടത്തിനെ കുറിച്ച് ചോദിച്ചു. ഇങ്ങനെ പറഞ്ഞു കേട്ടോക്ക്. പോസിറ്റീവായിട്ടുള്ള കുറേ റീൽസ് വരുന്നുണ്ട്. അതിനിപ്പോൾ തന്നെ ഒരു 5-6% മനഃപൂർവ്വം നെഗറ്റീവായിട്ട് പറയും. അപ്പോൾ അവർ അല്ല, അത് ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ മോശം അഭിപ്രായം ഉണ്ടാവും, നല്ല അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ അത് ജെന്യുവിൻ അഭിപ്രായങ്ങളാണെങ്കിൽ നമ്മളതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അതിനെ ഓവർകം ചെയ്ത് അത് പരിഹരിച്ച് അടുത്ത ഇതുമായിട്ടും സ്റ്റെപ്പുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ളതാണ്. അപ്പോൾ മനഃപൂർവ്വമായിട്ട് അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇപ്പോൾ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടോ അങ്ങനെ വരുന്ന റിവ്യൂസ് നമ്മൾ ഒഴിവാക്കുക. അല്ലാതെ ജനറലൈസ് ചെയ്ത് വരുന്ന റിവ്യൂസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഈ ഹനാൻ ഷായുടെ ഇതിനെ കുറിച്ച് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് ഡയലോഗ് ഇല്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡയറക്ടർ എന്നുള്ളതിൽ താങ്കൾക്ക് എന്താണ് പറയുന്നത്? അല്ല, നമ്മൾ ഇപ്പോൾ ഹനാൻ വരുമ്പോൾ തന്നെ ആ ഒരു ക്യാരക്ടർ നമ്മൾ ഹനാനോട് ഷെയർ ചെയ്തു. ഹനാൻ അത് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ അത് ഡയലോഗ് ഇല്ല എന്ന് പറയുന്നത് ഓഡിയൻസിനെ അത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുള്ളത് നമ്മൾ ആ സമയത്ത് ചിന്തിച്ചിരുന്നില്ല. കേരളത്തെക്കാളും ഭയങ്കര തമിഴ്നാട്ടിൽ ഈ പടത്തിന് ഭയങ്കര റെസ്പോൺസ് വരുന്നുണ്ട്. കിടിലം പടം, ഇത്രയും ഭയങ്കര ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഹൈ ആക്ഷൻ അങ്ങനെ പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള റിവ്യൂ വരുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? ശരി, നമ്മളിത് ചെയ്യുമ്പോൾ ഒരു തെലുങ്ക് സിനിമയുടെയൊക്കെ ഒരു ഫ്ലേവർ നമ്മളിതിൽ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ ഇവിടെ കണക്റ്റ് ആവുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവിടെ കണക്റ്റ് ആയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവിടെ നിന്നൊരു പോസിറ്റീവ് റെസ്പോൺസ് വരുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കുറച്ചും കൂടി വളരെയധികം നല്ല റിപ്പോർട്ട്സ് വന്നു. അപ്പോൾ എന്തായാലും സന്തോഷം, അവിടെയും നമ്മുടെ സിനിമ റീച്ച് ആവുമെന്ന് പറയുന്നത് വളരെ സന്തോഷം. ഇതിൻ്റെ ഡയറക്ടർ ദിസ് ഗൈ മേക്ക് സെൻസ്. ഇയാൾക്ക് സെൻസ് ഉണ്ട്. നെഗറ്റീവ് റിവ്യൂസോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിവ്യൂസിനോട് ചോദിക്കുമ്പോൾ അങ്ങേരെ അത് വളരെ എന്താ പറയുക കൂളായിട്ട് ആ ക്രിറ്റിസിസം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കാര്യം പറയുന്നത് ഓക്കെ ആയിട്ട് അങ്ങേർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു പറയുന്നു. ഹനാൻ്റെ കാര്യം ചോദിക്കുമ്പോൾ ഈ ആക്സെപ്റ്റഡ് എന്ത് അതവരെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാണ്. ഹനാൻ ഷായെ കൊണ്ടുവന്നിട്ട് ഡയലോഗ് പറയിപ്പിക്കാതിരുന്നത് ഇത്രയും വലിയൊരു ബാക്ക്ലാഷ് ഉണ്ടാക്കുന്നുള്ളത് അവർ ചിന്തിച്ചില്ല എന്നാണ് പറഞ്ഞത്. ദേ ജസ്റ്റ് വോണ്ട് ടു യൂസ് ഹിം ആൻഡ് ഹിസ് ഫെയിം. അതാണ് അതിന് മനസ്സിലാവുന്നത്. മനസ്സിലായോ? ആ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഒരു തെലുങ്ക് ടെംപ്ലേറ്റിൽ വെച്ചൊരു സാധനമാണ് മലയാളികൾക്ക്. ഈ പാൻ ഇന്ത്യൻ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ എപ്പോഴും എല്ലാ ഓഡിയൻസിനും ഇവരെന്ത് ചെയ്യും, ഒരു സംതൃപ്തിപ്പെടുത്താനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഈ കന്നഡ, തമിഴ്, തെലുങ്ക് ഓഡിയൻസിന് ഇങ്ങനത്തെ ഒരു സാധനം, ഈ KGF മൂഡിലുള്ള സാധനങ്ങൾ പറ്റുമെന്നുള്ള വ്യഗ്രതയിൽ മലയാളി ഓഡിയൻസിനെ മറന്നിട്ട് അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ട് പോകും. വി ഹാവ് സീൻ ദിസ് ബിഫോർ ഓൾസോ. കൊത്ത അടക്കം കുറേ സിനിമകൾ എക്സാമ്പിൾ ഉണ്ട്. ബാന്ദ്ര, കൊത്ത, ഇത് കുറേ സാധനങ്ങളുണ്ട്. ആ ഒരു ടോണ്, അതിൻ്റെ ഒരു മൂഡ്, ആ മൊത്തം സെറ്റ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഒരു പാൻ ഇന്ത്യൻ സാധനം പിടിക്കാൻ വേണ്ടിയിട്ട് മലയാളികളെ മറന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു തെലുങ്ക് ടെംപ്ലേറ്റ് ആയതുകൊണ്ടായിരിക്കും അവിടെ വർക്കായത്. കേരളത്തിൽ വർക്കാവാത്തത് മേ ബി അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഓഡിയൻസ് ആവില്ല. കാരണം നമുക്ക് ഈ പറഞ്ഞ ഓക്കെ ലാർജർ ദാൻ റിയൽ ലൈഫോ എക്സാജറേറ്റഡ് ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതൊക്കെ ഒരു സാധനം വേണേ ഇതിനകത്ത്. ഇതിനകത്തൊന്നുമില്ല. രവി ബസ്രൂറിനെ കൊട്ട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. വേറൊരു ഉണ്ടാക്കില്ല എന്നുള്ളത്. കാരണം കഥ തന്നെ ഒന്നും ഇല്ലാത്തൊരു ബ്ലണ്ടറാണ്. ഞാൻ ഇതിനകത്തുള്ള ലോജിക്കും സാധനമല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ ദറ്റ് സ്റ്റോറി ഇറ്റ് സെൽഫ്, ദറ്റ് മേക്കിംഗ് ഇറ്റ് സെൽഫ്, എന്താ പറയുക, സ്റ്റോറി മേക്കിംഗ് അടിപൊളിയാണ്. പക്ഷേ അതിൻ്റെ ഒരു മൊത്തം സാധനം തന്നെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഐറ്റം പോലെ. അതുകൊണ്ടാണ് ഇത്രയും ബാക്ക്ലാഷ് വന്നതെന്നുള്ളത് ഇയാൾക്ക് ആക്സെപ്റ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, ഹനാൻ ഷാനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാവും ചില ആൾക്കാർ. ഇത് ഹനാൻ ഷാനെ ക്രിട്ടിസൈസ് അല്ല, നിങ്ങൾ മനസ്സിലാക്കി. ഇത് ഹനാൻ ഷാനെ വെച്ച് റീച്ച് ഉണ്ടാക്കാനോ ഹനാൻ ഷാനെ വെച്ച് ക്രിട്ടിസൈസ് ചെയ്യാനോ അല്ല. ഹനാൻ ഷാ എന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ട് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അയാളെ യൂസ് ചെയ്തു, ഇവർ സ്കാം ചെയ്തു,
ബെറ്റർ ഓപ്ഷൻ അയാൾക്ക് കിട്ടും, അയാൾക്ക് സിനിമയിൽ ഇനി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതൊക്കെ ഈ ഒരു പണ്ടാറം വെച്ച് ചിലപ്പോൾ ഇല്ലാതാവും. അപ്പോൾ നല്ലൊരു എൻട്രി, ഒരു സിനിമയ്ക്ക് ഒരു നല്ല എൻട്രി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ഒരു സിനിമയിലെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഡിസാസ്റ്റർ. അതും ആ പ്രൊഫൈലുള്ള അത്രയും കപ്പാസിറ്റി ഉള്ള ഒരാൾക്ക്. അത് നമ്മൾ പറയുമ്പോൾ കമോൺ, ചിലപ്പോൾ 1-2 റീലുകൾ കണ്ടപ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ കളിയാക്കുന്ന ഒരു സാധനം കാണുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കാം, അങ്ങനെയൊക്കെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കും കുറേ ആൾക്കാർ വന്നിട്ട്, ഈവൻ ഹനാൻഷയുടെ ഫ്രണ്ട് വന്നെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഹനാൻ ഷാനെ വെച്ച് വീഡിയോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യാൻ പറയണം. കാരണം ഇന്നുകൂടി കഴിഞ്ഞാൽ റീച്ച് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ഫ്രണ്ട്സ് ആയിട്ടോ കസിൻസ് ആയിട്ടോ ആരെങ്കിലും ഹനാൻ ഷാനെ വെച്ചിട്ടില്ല നെഗറ്റീവ് വീഡിയോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാക്സിമം ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്, ഇന്ന് തന്നെ ചെയ്യാൻ പറയണം. അപ്പോൾ മാക്സിമം ആളുകൾക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ വീഡിയോ ചെയ്ത ആളുകൾ തന്നെ തിക്കും തിരക്കും കൂട്ടാതെ ഒന്ന് മാറി കൊടുക്കണം. ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന ഒരുപാട് ആളുകൾ ഇനി അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇന്ന് അവസാനത്തെ ദിവസമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ദയവ് ഇതൊന്ന് മാറി കൊടുക്കണം. വീഡിയോ ചെയ്യാത്ത എല്ലാവരും തന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടിട്ട് ഹനാൻഷയും കൂട്ടുകാരൊക്കെ സങ്കടപ്പെട്ട് അങ്ങ് പോട്ടെ. കാട്ടാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരോഗ്യപരമായിട്ട് നമ്മൾ ആരും വിമർശനത്തിന് അതീതരല്ല. ഏതൊരാൾക്കും ആരെയും ഏത് രീതിയിലും വിമർശിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. ആരോഗ്യപരമായിട്ടുള്ള എല്ലാ വിമർശനങ്ങളും നമ്മൾ എല്ലാവിധ ബഹുമാനത്തോടും കൂടിയിട്ടാണ് ഉൾക്കൊള്ളുന്നത്. എന്നാൽ അത് ഇന്നലത്തോടു കൂടി അത് രീതി മാറിയിരിക്കുകയാണ്. വ്യക്തിഹത്യയിലേക്ക്, ഹനാൻഷ എന്നൊരു വ്യക്തിയെ അധിക്ഷേപിക്കുന്ന തലത്തിലേക്ക്, വ്യക്തിപരമായി ആക്രമിക്കുന്ന തലത്തിലേക്ക് മാറിയ സ്ഥിതിക്ക് അതിന് കൃത്യമായ പ്രതിരോധം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവും. നമ്മൾ കൂട്ടുകാരെന്ന നിലക്കുന്നുണ്ടാവും. അത് നമുക്ക് ഏത് തലത്തിൽ പോകേണ്ടി വന്നാലും നമുക്ക് പ്രശ്നമല്ല. വ്യക്തിഹത്യയിലേക്കോ അല്ലെങ്കിൽ വ്യക്തിപരമായി ആക്രമിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ഭാഗത്തു നിന്ന് കൃത്യമായുള്ള പ്രതിരോധം അതിനുണ്ടാവും. നേരെ മറിച്ച് ഈ ഒരു സിനിമയിൽ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അതിൽ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ആളുകൾ നല്ല നല്ല രീതിയിൽ അതിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് നമ്മൾ കണ്ടത് നമ്മൾ വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇത് വ്യക്തിഹത്യയിലേക്ക് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണെന്നുള്ള നിലക്കാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരക്കാരോട് പറയാനുള്ളത് കൃത്യമായുള്ള പ്രതിരോധം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഇത് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെ ഒരാളുടെ വീഡിയോ കണ്ടു. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് കയറി വെക്കുന്ന സമയത്ത് 100K ആയ തന്റെ സ്വന്തം വീഡിയോക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന വീഡിയോ ഒക്കെ സ്വന്തം അക്കൗണ്ടിലുണ്ട്. ആ ആളാണ് ഹനാൻഷാക്കെതിരെ നെഗറ്റീവ് വീഡിയോ കൊട്ടിഘോഷിച്ചുകൊണ്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ അത്തരക്കാരോട് പറയാനുള്ളത്, ഞങ്ങൾ കൂട്ടുകാരനെ ഞങ്ങൾ ബിഗ് സ്ക്രീനിൽ കാണുന്ന സമയത്ത് ഞങ്ങൾക്കത് വലിയ സന്തോഷം ആവേശമൊക്കെയാണ്. ഞങ്ങളത് മാക്സിമം ആഘോഷിക്കുകയും ചെയ്യും, ഞങ്ങൾ ചെയ്തും. എന്നാൽ ഈ പറയുന്ന ആളൊക്കെ ചിലപ്പോൾ 24 മണിക്കൂർ തന്റെ കൂടെ നടക്കുന്ന സ്വന്തം കൂട്ടുകാരനെ ബിഗ് സ്ക്രീനിൽ അല്ലെങ്കിൽ അവർ വലിയ ഉയർച്ചയിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടിൽ പോയി ബ്ലാങ്കറ്റും പൊതിച്ച് കിടന്നുറങ്ങുമായിരിക്കും. പക്ഷെ ഞങ്ങൾക്കത് പറ്റൂല. അപ്പോൾ നിങ്ങൾ അകറ്റി നിർത്താനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചേർത്ത് നിർത്താനാണ് ഉദ്ദേശം. ഞങ്ങളത് എന്നും കൂടെ ഉണ്ടാവും. ഇത് ഹനാൻഷയുടെ ഫ്രണ്ട് ഇട്ട ഒരു റീലാണ്, ഇമോഷൻ്റെ മുകളിൽ ഇട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, എല്ലാം ഇപ്പം ഈ പറഞ്ഞ സ്നേഹം കൊണ്ട് വരുന്നതോ അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു ക്രിറ്റിസിസമോ അല്ലെങ്കിൽ ചിലതൊക്കെ വ്യക്തിഹത്യയിൽ പോയിട്ടുണ്ട്, അത് വരെ ഹേർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ വ്യക്തിഹത്യയിലേക്ക് പോകുന്നത് ഞാനും കുറച്ച് റീൽസ് കണ്ടു, പക്ഷേ അതിനോടൊന്നും എനിക്കൊരു അഭിപ്രായമില്ല. ഓക്കെ, കളിയാക്കലുകൾ അല്ലെങ്കിൽ സർക്കാസൊക്കെ വീണ്ടും ഓക്കെ, പക്ഷേ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് കളിയാക്കലുകൾ അങ്ങനത്തെ സാധനങ്ങളിലേക്ക് പോകാതിരിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കാരണം ചില ആളുകൾക്ക് വലിയ ആൾ എന്നുള്ള തോന്നൽ വെച്ചിട്ട് ചിലപ്പോൾ 2 കളിയാക്കി പറഞ്ഞു വിടുക എന്നുള്ള മൂഡിലൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനത്തെ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് മോസ്റ്റ് മെജോറിറ്റിയും ഹനാൻഷാരോടുള്ള സ്നേഹം കൊണ്ടും കൺസേൺ കൊണ്ടും അയ്യോ ഈ ചെക്കൻ എന്താ ഒന്നും കൊടുക്കാഞ്ഞെന്നുള്ളൊരു തോട്ട് കൊണ്ടുമാണ് എല്ലാവരും പറഞ്ഞെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ നിങ്ങൾ ഡിഫെൻഡ് ചെയ്തോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ, അങ്ങനെ തന്നെ വേണം. നമ്മളൊക്കെ നമ്മളെ ഫ്രണ്ട്സിനെ സപ്പോർട്ട് ചെയ്യും. എൻ്റെ ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടും ഡിഫെൻഡ് ചെയ്തിട്ടും ഞാനും ഇത് അത്യാവശ്യം ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. സോ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ നിങ്ങളത് ചെയ്യുന്ന വേണം. ഓക്കെ, അതിപ്പോൾ ഒരു എക്സ്ട്രീം വിട്ടുപോയ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. ഇനി മല്ലു ട്രാവലറിൻ്റെ ഒരു വീഡിയോ, കാട്ടാളൻ മൂവിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. റിവ്യൂ അല്ല കേട്ടോ, മൂവി റിവ്യൂ അല്ല, വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ ഒരു മൂവി കാണാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ, ഒന്ന് അതിൽ കേരളത്തിലെ കൊച്ചു മോട്ടോക്രോസ് റേസേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടുണ്ട്. അവർക്ക് റേസ് ചെയ്യാനും അതുപോലെ അതിൽ സ്റ്റണ്ട് സീനിൽ അഭിനയിക്കാനൊക്കെ ഓപ്പർച്യൂണിറ്റി എടുക്കുന്നത്. അതൊക്കെ വലിയൊരു കാര്യമാണ്. കാരണം മക്കൾക്ക് ഒരുപാട് പ്രചോദനമായിട്ട് മാറും. അത് മാജിൻ്റെ ഒക്കെ കൂടെ റേസ് ചെയ്യുന്ന മക്കളത്. അപ്പോൾ ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ടാണ്, മോട്ടോക്രോസിൻ്റെ സീൻസൊക്കെ ഉള്ളതുകൊണ്ടാണ്. കാരണം ഈ മക്കൾ പണ്ട് മുതലേ സ്റ്റോറി ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഞാൻ ആ മൂവി കാണാൻ പോയത്. പിന്നീട് ഇപ്പോൾ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവനും ആ മൂവിയെ പറ്റി ഭയങ്കര രീതിയിൽ ഇതുവരെ കാണാത്ത രീതിയിൽ ഒരു അക്രമം അഴിച്ചു വിടുന്നല്ലോ തോന്നി. അപ്പോൾ ഞാൻ നോക്കുമ്പം സാധാരണ ഒരു മൂവിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ ചെയ്യുക അതിൻ്റെ എഡിറ്റേഴ്സിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സിനൊക്കെയാണ് തെറി പറയുക. ഇത് ഒരു കാര്യമില്ലാണ് പ്രൊഡ്യൂസറെ തെറി പറയുന്നത്. പ്രൊഡ്യൂസർ വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നത്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ എന്ത് ചെയ്തു, ഇതുവരെ കാണാത്തൊരു പ്രവണത അത്. ഒരു പ്രൊഡ്യൂസർ അവർ കഷ്ടപ്പെട്ടിട്ടാക്കുന്ന പൈസ മൂവിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്ന് മാത്രമാണ് അവർ ചെയ്യുന്ന തെറ്റ്. അതിന് അവരെന്തിനാ തെറി പറയുന്നത്? ഇത് മലയാള സിനിമയിൽ ഒരുപാട് PR ടീംസ് ഉണ്ട്.
പൈസ വാങ്ങിയിട്ട് നല്ലത് പറയാനും മോശം പറയാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇല്ലാന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല. ഉണ്ട്, 100% ഉണ്ട്. അവർ പൈസ വാങ്ങിയിട്ട് കമൻറ്റും പോസ്റ്റും റിവ്യൂസും വീഡിയോസും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് ചെയ്യും. അപ്പോൾ ഇത്തവണ ആരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് പ്രൊഡ്യൂസർക്ക് എതിരെ അറ്റാക്ക് ചെയ്തൊരു ഫീലാണ് എനിക്ക് തോന്നി കേട്ടോ. ഒരു പ്രോപ്പഗണ്ട അതിന് പുറകിലുണ്ട്. അതല്ലാതെ ഒരു മൂവിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു വെച്ചിട്ട് എന്തിനാണ് പ്രൊഡ്യൂസർ തെറി പറയുന്നത്? ഇതൊക്കെ ഭയങ്കര മോശമാണ്. മലയാള സിനിമ ഈ അടുത്ത കാലത്ത് ഒരുപാട് നാണം കെട്ട് പോകുന്നുണ്ട് ഇങ്ങനത്തെ ഒരുപാട് പ്രവണത കൊണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവി കണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വളരെ ജെന്യൂനായിട്ട് നിങ്ങൾ കമൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊടുത്ത പൈസക്ക് മുതലാണ്. ആര് ചോദിച്ചാലും ഞാൻ അങ്ങനെ പറയുള്ളൂ. നിങ്ങൾ പോയി കണ്ടോന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കേട്ടോ. എൻ്റെ പൊന്നു മല്ലു, മോട്ടോക്രോസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് താൻ എന്ന് എനിക്കറിയാം. മകൻ മോട്ടോക്രോസ് റൈസറാണെന്നറിയാം. ഒരു ഇത്തിരിയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മല്ലു സംസാരിക്കുന്നതിന് മുമ്പ്? ഈ സിനിമയ്ക്കകത്ത് പിള്ളേരെ കയ്യിൽ തോക്കും കൊടുത്ത് അവരെ വില്ലനാക്കി LTT തമിഴ്നാട്ടിലെ മറ്റേ സെറ്റപ്പ് പുലി സെറ്റപ്പിലേക്ക് അങ്ങനെ കുട്ടികളെ വിട്ട് അവരെ അങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബൈക്കിൻ്റെ മുകളിൽ ഒരു മോട്ടോക്രോസ് കളിച്ച് മറ്റേ ചാടിക്കളിച്ച് വന്നു എന്നുള്ളത് മാത്രം കണ്ടിട്ട് സംസാരിക്കുമ്പോൾ കുറച്ചൊന്ന് ചിന്തിച്ച് സംസാരിക്കാം. ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് മല്ലു ട്രാവലർ എന്നുള്ളത്. മല്ലു ട്രാവലർ പലപ്പോഴായിട്ട് മറന്നു പോകുന്നു. പല രീതിയിൽ പല റീൽസിനകത്ത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഒരുപാട് പറയുന്ന ഒരാളാണ്. കുറേ സോഷ്യൽ അവയർനെസ് കൊടുക്കണം താല്പര്യമുള്ള ഒരാളൊക്കെ ആയിട്ടാണ് മല്ലു സ്വയം പോർട്രേറ്റ് ചെയ്യുന്നത്. ബ്ലണ്ടർ വിളിച്ച് പറയരുത്. എനിക്കിത് മല്ലു പറഞ്ഞത് കേട്ടൊരു സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യവും സങ്കടമൊക്കെയാണ് വന്നത്. മോട്ടോക്രോസ് ഇഷ്ടപ്പെടുന്ന ഒരാൾ, കുട്ടികളുടെ മോട്ടോക്രോസ് ഭയങ്കരമായിട്ട് സ്വന്തം മകനെ അടക്കം ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുന്ന ഒരു ഫാദറാണ്. ഐ റെസ്പെക്ട് കംപ്ലീറ്റ്ലി ദാറ്റ്. പക്ഷേ ഇവിടെ ആ സ്പോർട്ടിനെയാണോ അവർ പോർട്രേറ്റ് ചെയ്തത്? ആ സ്പോർട്ടിനെ കൊണ്ടുവന്ന് അതിനെന്തെങ്കിലും ഒരു ഹൈ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ സിനിമയ്ക്കകത്ത് അവർ ചെയ്തു വെച്ചത്? ദേ ബ്ലഡി പോർട്രേറ്റഡ് ഈ കുട്ടികളെ ആസ് മറ്റത് ശ്രീലങ്കൻ പുലികൾ. ആ സെറ്റപ്പിലേക്കാണ് ഇത് കൊണ്ടുവന്ന് വെച്ചത്. കുട്ടികളെ വയലൻസ് കാണിക്കാൻ അവരെ ബൈക്കിൽ കൊണ്ടുവന്നിട്ടുള്ള പരിപാടി കാണിച്ചു വെച്ചത്. ആൻഡ് യു സ്റ്റിൽ സപ്പോർട്ട് ഇറ്റ്, ദെൻ ഇറ്റ്സ് ബാഡ്. അത് ഭയങ്കര മോശമായി പോയി ആ പറഞ്ഞ സാധനങ്ങൾ. ഞാൻ എന്താ അറിയോ, ഈ സിനിമ കണ്ടുവന്ന് എൻ്റെ റിവ്യൂ പറഞ്ഞത് ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. ഇത് എവിടെയെങ്കിലും വള്ളി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടികളെ കൊണ്ടുവന്ന് കാണിച്ചു വെച്ചത് അമ്മാതിരി പരിപാടി. ഇത് OTT വരുമ്പോൾ മിക്കവാറും അത് പണി കിട്ടും. ഇല്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ ഇത് മിക്കവാറും പണി വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. ഇതിലെ സ്പോർട്ടിനൊന്നും എവിടെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല മാൻ. ഓക്കെ അങ്ങനത്തെ കുട്ടികളെ കുറച്ച് കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ ആ കുട്ടികളെ കൊണ്ടുവന്ന് വെച്ച ക്യാരക്ടേഴ്സും സിറ്റുവേഷനും ആ സിനാരിയോ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിന് എന്താ കുട്ടികളെന്താ പഠിക്കുക? മോട്ടോക്രോസ് ചാടണം, ബൈക്ക് ഓടിക്കണം എന്ന് പഠിക്കുക. ഇന്ന് ഇൻസ്പിറേഷൻ ഉണ്ടാവും കുട്ടികൾക്ക്? നോ, അവർ മറ്റേ ഇൻറ്റൻഷനിക്കേ പോകുള്ളൂ. അവർ മറ്റേ ഞാൻ പറയുന്നില്ല, അതൊക്കെ ബ്ലണ്ടറാണ് മല്ലു പറഞ്ഞത്. എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പ്രൊഡ്യൂസർ. മല്ലു പടം കണ്ട ആളല്ലേ? പ്രൊഡ്യൂസർ മറ്റേ ഈ ചില വണ്ടികൾ കാറ് ബ്രാൻഡ് ഇറക്കുന്ന സമയത്ത് എല്ലായിടത്തും അതിൻ്റെ ബാഡ്ജിങ് കൊടുക്കുന്നുണ്ടാവും. എവിടെ നോക്കിയാലും ആ ബ്രാൻഡിൻ്റെ ബാഡ്ജിങ് ഒട്ടിച്ച് വെച്ച പോലെയാണ് ഈ സിനിമയ്ക്കകത്ത് ഷെരീഫ് ചെയ്ത് വെച്ചിട്ടുള്ളത്. തുടക്കം മുതൽ അവസാനം BTS കാണിക്കുന്നത് വരെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, സ്വന്തമായൊരു ടൈറ്റിൽ കാർഡ്. അപ്പോൾ പൈസ ഇറക്കുന്നവനായിക്കോട്ടെ, സ്വന്തം ടൈറ്റിൽ കാർഡ് കാണിച്ചോട്ടെ, ചെയ്തോട്ടെ. ഈ ഹിംസെൽഫ് ഒരു ബ്രാൻഡാണ് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഈ സിനിമയുടെ ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് ചെയ്തിട്ടുള്ള ഷെരീഫ്. ഒരു കുഴപ്പമില്ല, അയാളുടെ കാശ് അയാൾക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അയാൾക്ക് ബ്രാൻഡാന്ന് കാണിക്കാം. ഇപ്പോൾ മല്ലു ട്രാവലർ ഒരു ബൈക്ക് വാങ്ങി, ഓക്കെ, ആ ബൈക്ക് ഒരു ഡിസാസ്റ്ററാണ്. അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ഏതാണ്, അല്ലെങ്കിൽ അതിൻ്റെ കമ്പനി ഏതാണ്, അതിൻ്റെ പ്രൊഡ്യൂസർ ആരാ, അയാൾക്കിട്ടല്ലേ മല്ലു പോയിട്ട് സംസാരിക്കുക. നമ്മളൊരു ബിരിയാണി കഴിച്ചാൽ ആ ബിരിയാണി മോശമായ അത് ഉണ്ടാക്കിയവൻ്റെ അടുത്തല്ലേ പോയി ചോദിക്കുക. അപ്പോൾ ഉണ്ടാക്കിയവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? അതിന് പൈസ ഇൻവെസ്റ്റ് ചെയ്തവൻ, അതിന് ഹാർഡ് വർക്ക് ചെയ്തവർ, ഇതിനൊരു ടീമല്ലേ ഉണ്ടാവുക. അപ്പോൾ ടീമിനെ പറയുമ്പോൾ പ്രൊഡ്യൂസർ ഒഴിവാക്കാൻ പറ്റൂ? ആൻഡ് എസ്പെഷ്യലി ഈ പ്രൊഡ്യൂസർ, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങേരാണ് മൊത്തത്തിൽ എന്നുള്ള രീതിക്ക് അങ്ങേര് ഈ സിനിമയ്ക്കകത്ത് ചെയ്ത് വെച്ച് കാണിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ പ്രൊഡ്യൂസറുടെ എന്താ പറയുക, പ്രൊഡ്യൂസർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത് അയാൾ ഇതിന് മുന്നേ ചെയ്ത വർക്കിൻ്റെ എക്സ്പെക്റ്റേഷനാണ്. അതിനനുസരിച്ച് മീറ്റ് ചെയ്യാത്തൊരു സാധനം കൂടിയും വരുമ്പോൾ എപ്പോഴും അങ്ങനെയുള്ള എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാതെ ആകുമ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഭയങ്കര ലോ ആവും, ഡിസ്ട്രസ്ഡ് ആവും. അവർ പറയൂ അത്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയ്ക്ക് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് റീൽസിലും കുറേ പോസിറ്റീവ്സ് കാണുന്നുണ്ടാവും. ഇന്ന് വരെ മൂവി കണ്ടിട്ട് ഒരു റീലോ ഒരു സ്റ്റോറിയോ ഇടാത്ത മൈക്രോ മിനി ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പിടിച്ചിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യിക്കുന്നുണ്ട്. ചെയ്തു, കാരണം പ്രൊമോഷനാണ്, വിഷയങ്ങളാണ്, ഒരു വിഷയവുമല്ല. നിങ്ങൾ കാശ് മുടക്കി നിങ്ങൾ ചെയ്തു, ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. പക്ഷേ ജെന്യുവിനായിട്ട് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞവർ, ഹനാൻ ഷായെക്കുറിച്ചുള്ള ആ ഒരു കൺസേൺ പറഞ്ഞവരെയൊക്കെ നിങ്ങൾ ഒന്നിച്ച് ഇവന്മാരൊരു പണിയില്ലാത്തവരാണ്, ഇവർ നെഗറ്റീവ് ഓളികളാണെന്നൊക്കെ പറയുമ്പോൾ
അതൊരുമാതിരി മറ്റോടത്തെ പരിപാടിയാണ്. ഓക്കെ, അത് ഞാൻ മാർക്കോടെ ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ടത് ഒരുമാതിരി. ഓക്കെ, പടം ഒന്നും ഇങ്ങോട്ട് കൊളത്തിയാലും ഈ സാധനം അടിക്കും, കാരണം പടം ഇറങ്ങിയതിന് ശേഷം ഇത് ചർച്ച വരണമല്ലോ അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ വീണ്ടും ഇതേപോലത്തെ ഒരു ഐറ്റം പടം ഒന്ന് താന്നു എന്ന് കണ്ടപ്പോൾ വീണ്ടും അത് സാധനങ്ങൾ ആ വഴിക്ക് പൊക്കിക്കൊണ്ടുവരിക. കൊള്ളാം. അതിൻ്റെ ബാക്കിൽ കംപ്ലീറ്റ്ലി ഇതിൻ്റെ PR ഡീൽ ചെയ്യുന്ന ഷെരീഫായിരിക്കാനേ ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. ബിക്കോസ് ഹീ ഈസ് എ ബുദ്ധിമാൻ. പക്ഷെ ഈ പടം എടുക്കുമ്പോൾ ഈ ബുദ്ധിയാണ് ചെയ്യുന്നത്. കാരണം ഒരു പടം കയ്യിൽ നിന്ന് പോവുകയാണ്, അല്ലെങ്കിൽ ഇത്രയും ഒരു എന്താ പറയുക, വേറൊരു ഇത് മലയാളികൾക്ക് ഒരു മോസ്റ്റ് മെജോറിറ്റിക്ക് ഇത് പറ്റുമോ എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ. അല്ലെങ്കിൽ ആ കഥയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓക്കെ ഇത് വർക്കാവോ ഇല്ലേ, അതൊക്കെ ഒന്ന് ഔട്ട്ഡേറ്റഡ് ആയ സാധനം കൊണ്ടുവരരുത് പ്ലീസ്. ഓക്കെ, അപ്പോൾ അവിടെയാണ് കുറച്ചും കൂടി സാധനങ്ങൾ ഇടേണ്ടതെന്നാണ് പ്രൊഡ്യൂസറോടൊക്കെ എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇപ്പോൾ ഈ മല്ലു പറഞ്ഞ പോലെ ഇവിടെ പ്രൊഡ്യൂസറെ ടാർഗറ്റ് ആരുടെ കാശ് തരുന്നത് പ്രൊഡ്യൂസറെ പറഞ്ഞതിന് അങ്ങനെയൊക്കെ കിട്ടൂ. ആ കൊള്ളാലെന്ന പരിപാടി. ഒരു പ്രൊഡ്യൂസറെ പോയിട്ട് 4 നെഗറ്റീവ് പറഞ്ഞാൽ എന്നാ പിടിച്ചവർ ഇത്ര കാശ് അങ്ങനെ കൊടുക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കൊള്ളാലോ, ആ കാലമൊക്കെ കഴിഞ്ഞു എന്ന് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ലേ. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇറക്കിയാൽ ആളുകളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആളുകൾക്ക് വർക്കാവുന്ന രീതിയിൽ ഒരു പടം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഹിറ്റാവും, ഇല്ലേ ഫ്ലോപ്പാവും. ആക്സെപ്റ്റ് ആൻഡ് മൂവ് ഓൺ, ദാറ്റ്സ് ഇറ്റ്. അതിനെന്താ ഇത്ര വലിയ വിഷയമുള്ളവർക്കൊക്കെ? അതെന്താ പറയുക, ഇത് കുറേയൊക്കെ മറ്റേ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, പടം വീണ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാശ് ഇറക്കി അത് പൊക്കാനുള്ളൊരു പരിപാടി, ഒരു ബാക്കി സർക്കിൾ വെച്ച് കുറച്ച് PR അടിച്ച് 10 ആളെ തിയേറ്ററിൽ കയറ്റി 10 ആളെ കൊണ്ട് വീട്. ഞാൻ ഞെട്ടിയത് അവിടെയാ. ഇന്ന് വരെ ഒരു പടത്തിന് പോയിട്ട് ഒരു റിവ്യൂ സ്റ്റോറിയോ ഒപ്പീനിയനോ പറയാത്ത ആൾക്കാരടക്കം വന്നിട്ട് വാവ് അവിടെ തന്നെ ഉണ്ട് കള്ളത്തരം. ഞാൻ എഗെയിൻ പറയുന്നു, ഹനാൻ ഷാക്ക് ഇതിലൊരു ഡയലോഗ് പോലും ഇല്ലാത്തത് ഇറ്റ്സ് എ സ്കാം. അതങ്ങനെയല്ല വേണ്ടിയിരുന്നത്. അതൊരു ഹനാൻ ഷാനെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി എന്നുള്ളത് കൊണ്ടാണ് അത് പറയുന്നത്. മനസ്സിലായോ? ഈ ഹാവ് പൊട്ടൻഷ്യൽ. അത് യൂസ് ചെയ്യാൻ പറ്റുന്ന മലയാളം സിനിമയിലുള്ള ഏതെങ്കിലും ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഉണ്ടെങ്കിൽ യൂസ് ചെയ്തോ. ഈ ഹാഷിറിനെ പോലെയൊക്കെ ഒരു ബ്രാൻഡ് ആവാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്. ഹിൽ പ്രൂവ് ഇറ്റ്. ഉറപ്പാണ് ആ കാര്യം. നെപ്പോ കിഡ്സിനെ കൊണ്ട് പറ്റാത്ത പരിപാടി ഇൻഫ്ലുവൻസർ പരിപാടിക്ക് പറ്റും. ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ടോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ കൊണ്ടോ നടക്കും. അതെന്താ പറയുക, ഇത് ഈ യൂസ് ആൻഡ് ത്രോ ടിഷ്യൂ പേപ്പർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് പയ്യന്മാരെയും പെൺകുട്ടികളൊക്കെ കൊണ്ടുപോയി ജസ്റ്റ് സിനിമക്കാർ യൂസ് ചെയ്ത് വിടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. അതെങ്ങനെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞിരിക്കും. ഞാൻ അതാണ് ഹനാൻ ഷാൻ്റെ കേസിലും പറഞ്ഞത്. ജസ്റ്റ് യൂസ്ഡ് ഹിം. അവൻ്റെ ഫെയിം യൂസ് ചെയ്തു, അവൻ്റെ നെയിം യൂസ് ചെയ്തു, ലാസ്റ്റ് ഒരു ഡയലോഗ് പോലും കൊടുക്കാതെ ചെക്കനെ എന്ത് ചെയ്തു, തേച്ച് വിട്ട്, സ്കാം അടിച്ച് വിട്ട്.